അമിതമായി ഈ രാഷ്ട്രീയം ആവേശിച്ചിട്ടുള്ള അന്ധമായി രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോഴുണ്ടോ? അതായത് പെണ്ണ് കാണാൻ പോകുമ്പോൾ ഞാൻ പലപ്പോഴും അണ്ടർഗ്രൗണ്ടിലായിരിക്കും എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇപ്പോഴുണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. അത് നമ്മളത് എക്സാറേറ്റ് ചെയ്തതാണ്. ഇതിപ്പോ ഒരു പെണ്ണ് കാണാൻ പോയിട്ട് ആ ഒരു പാർട്ടിയിലെ പ്രവർത്തകൻ, അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് നമ്മുടെ ഇമാജിനേഷൻ മാത്രമാണ്. അല്ലാതെ ഞാനിവിടെ ഇങ്ങനെ ഒരാൾ സംസാരിച്ചതായിട്ട് കേട്ടിട്ട് അത് എടുത്ത് പകർത്തിയതല്ല. അല്ല, എങ്കിലും രാഷ്ട്രീയ വിധേയത്വം സാധാരണ ജനങ്ങൾക്കിടയിൽ കുറയുകയല്ലേ? വിധേയത്വം കുറയാണോ? ജനങ്ങൾ കറപ്റ്റാണ്, ജനങ്ങളും കറപ്റ്റാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ലോക്കൽ നേതാവിനെ പിടിച്ചിട്ട് എന്റെ കാര്യം ബാക്കി എന്തൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. അത് മൊത്തത്തിൽ ഇതിന് ഒരു അംഗീകാരം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടി ആ ആൾക്കാരും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാരെ. അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? എല്ലാവരും അഭിനന്ദിക്കുകയായിരുന്നു രാഷ്ട്രീയ നേതാക്കൾ, അല്ലേ? അതെ, കുറെ ഊമക്കത്തുകൾ കിട്ടി ഞങ്ങൾ. പക്ഷെ അത് മേൽവിലാസമില്ലാത്ത കത്തുകൾ കുറെ കിട്ടിയിരുന്നു. അത് തെറി പറഞ്ഞിട്ടായിരുന്നു. അത് പക്ഷെ പ്രത്യേകിച്ചും ഒരു വിഭാഗത്തിന്റെ മാത്രമായിരുന്നു. അപ്പം എനിക്കയച്ച കത്തില് ഒരു സെന്റൻസ് എനിക്ക് ഓർമ്മയുണ്ട്. രാഷ്ട്രീയക്കാർ നേടിത്തന്ന സ്വാതന്ത്ര്യമാണല്ലോ താനിപ്പോ അനുഭവിക്കുന്നത്, അത് മറക്കരുത്. രാഷ്ട്രീയക്കാരൻ ബാക്കി എപ്പോഴും ഗാന്ധിജി പറഞ്ഞത് കോൺഗ്രസ് അപ്പൊ തന്നെ പിരിച്ചുവിടണമെന്നാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം. അപ്പൊ ഗാന്ധിജിക്ക് വേണ്ടാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഉള്ളത്.